ഗൈസ്, ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 സവാള ചെറുതാക്കി അരിഞ്ഞത്, ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്, പിന്നെ 3 പൊട്ടറ്റോ ബോയിൽ ചെയ്ത് വേവിച്ച് വെച്ചതാണ്, പിന്നെ കുറച്ച് പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ കടുക്, ഉലുവ ആഡ് ചെയ്തു. അതിനുശേഷം ഇതിലോട്ട് അതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ കുറച്ച് പൊട്ടുകടല ആഡ് ചെയ്യുന്നുണ്ട്. ഈ പൊട്ടുകടലയുടെ കളർ ഒന്ന് മാറി വരുമ്പോൾ നമ്മൾ സവാളയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി ഞാൻ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. സവാള നല്ലോണം വഴന്നതിന് ശേഷം പച്ചമുളക്, പിന്നെ ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റ്, പിന്നെ നമ്മൾ പൊട്ടറ്റോ സ്മാഷ് ചെയ്തിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. നല്ലോണം ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. അതിനു മുമ്പ് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റ് ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫൈനലി കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് മസാല ദോശ റെഡിയാക്കി എടുക്കാം. ഞാൻ ദോശയുടെ മേലെ കുറച്ച് ഗീയും പിന്നെ കുറച്ച് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് കുക്കാകുമ്പോൾ നമ്മൾ മസാല ആഡ് ചെയ്തു. പിന്നെ ഈ മസാലയുടെ മേലെ ഞാൻ കുറച്ച് ഗീ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് മസാല ദോശയുടെ ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഇതിന് വേറെ സൈഡ് ഡിഷോ ഒന്നും ആവശ്യമില്ല. ചട്നിയോ സാമ്പാറോ ചമ്മന്തിയോ ഒന്നുമില്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.